Badco presents Newsroom Evening Updates presented by Badco Transportation, Qatar. ഖത്തറിൽ സുരക്ഷിതവും കൃത്യതയുള്ളതുമായ ട്രാൻസ്പോർട്ടേഷൻ സേവനങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, കമ്പനികൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയുടെ ട്രാൻസ്പോർട്ടേഷൻ സേവനങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. വിളിക്കേണ്ട നമ്പർ ബാഡ്കോ ട്രാൻസ്പോർട്ടേഷൻ 55515534. ന്യൂസ് റൂം വാർത്തകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 7 ശനിയാഴ്ച. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ 18. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. പ്രധാന വാർത്തകൾ. അയൽരാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. ഇറാനെ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊളോണിയൽ ധാർഷ്ട്യത്തിനു മുന്നിൽ കീഴടങ്ങാൻ ഇറാൻ ഒരുക്കമല്ല. ഭിന്നതകൾ മാറ്റിവെച്ച് രാജ്യസുരക്ഷയ്ക്കായി ജനങ്ങൾ ഒന്നിച്ചു പൊരുതുമെന്നും പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇറാനികൾ അവസാന ശ്വാസം വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ 25ാം തരംഗം ആരംഭിച്ചതായി IRGC അറിയിച്ചു. സൈനിക കേന്ദ്രങ്ങൾക്കും അനുബന്ധ ആസ്ഥാനങ്ങൾക്കും നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് 25ാം തരംഗത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യമാക്കുന്നത്. ഹൈപ്പർസോണിക് ഫത്ത മിസൈലുകളും ബലിസ്റ്റിക് ഇമാദ് മിസൈലുകളും ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്നതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയതു മുതൽ തെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ സൈന്യം കനത്ത നാശനഷ്ടമുണ്ടാക്കിയതായാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇറാനെതിരെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ വിജയം നേടുകയോ രക്തസാക്ഷിത്വം വരിക്കുകയോ ചെയ്താൽ രണ്ടും ഒരുപോലെ ഇറാനിയൻ ജനതയ്ക്ക് സന്തോഷവും അംഗീകാരവുമാണെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി പറഞ്ഞു. മനുഷ്യന്റെ അന്തസ്സും രാജ്യങ്ങളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു വശത്തും അടിച്ചമർത്തലും അനീതിയും മറുവശത്തുമായുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആക്രമണം ഇറാനെതിരെ മാത്രമല്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യന്റെ അന്തസ്സിനും സ്വന്തം ഭാവി നിർണ്ണയിക്കാനുള്ള രാഷ്ട്രങ്ങളുടെ അവകാശങ്ങൾക്കും എതിരാണെന്നും ഇറാൻ അംബാസഡർ കുറ്റപ്പെടുത്തി. വിവിധ അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അറബ് ലീഗ് വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗം നാളെ ചേരും. സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം, അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഉടമ്പടികളുടെയും ലംഘനം, അയൽരാജ്യങ്ങൾ പാലിക്കേണ്ട മര്യാദകളുടെ നഗ്നമായ ലംഘനം എന്നിവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ എണ്ണ വ്യാപാരത്തിലെ ഇന്ത്യൻ നിലപാടിനെ പരിഹസിച്ച് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്തെത്തി. റഷ്യൻ എണ്ണ ഉപരോധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ മികച്ച അഭിനേതാക്കളാണെന്ന് ഒരു ടെലിവിഷൻ പരിപാടിയിൽ സ്കോട്ട് ബെസന്റ് കുറ്റപ്പെടുത്തി. ആദ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങേണ്ടെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ അത് അനുസരിച്ചു. എന്നാൽ ഇപ്പോൾ അനുമതി നൽകിയപ്പോൾ അതും സമ്മതിച്ചുവെന്നാണ് സ്കോട്ട് ബെസന്റ് പരിഹസിച്ചത്. ഫോക്സ് ബിസിനസിന്റെ കുഡ്ലോ പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോഴാണ് സ്കോട്ട് ബെസന്റിന്റെ പരാമർശം. പ്രാദേശിക സംഘർഷാവസ്ഥയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഖത്തറിന്റെ വ്യോമപാത വീണ്ടും ഭാഗികമായി തുറന്നു. ഇതിന് പിന്നാലെ ദോഹയിൽ നിന്ന് ആദ്യ വിമാനം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ദോഹയിൽ നിന്നും ലണ്ടനിലേക്കുള്ള A380 വിമാനമാണ് ഇന്ന് സർവീസ് നടത്തിയത്. ഗൾഫിലെ പ്രധാന വിമാനത്താവളമായ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള കരുതലോടെയുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത് വിലയിരുത്തുന്നത്. ചരക്ക് വിമാനങ്ങൾക്ക് പുറമെ ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെയാണ് ആദ്യം പരിഗണിക്കുകയെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു. ഖത്തർ സായുധ സേനയെയും സ്ഥാപനങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ ട്വീറ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് അറബ് സ്വദേശിയെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ജനറൽ ഡയറക്ടറേറ്റിന് കീഴിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പ്രതിയെ പിടികൂടിയത്. സംശയാസ്പദമായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഇയാൾ നിരവധി ട്വീറ്റുകൾ പ്രസിദ്ധീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു.
നിലവിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംശയകരമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരമറിയിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പൊതുവിടങ്ങളിൽ കാണുന്ന സംശയകരമായ പ്രവർത്തനങ്ങളോ പൊതുജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഉള്ളടക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇത്തരം വിവരങ്ങൾ 999 എന്ന നമ്പറിൽ വിളിച്ചോ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴിയോ ഇമെയിലായോ അധികൃതരെ അറിയിക്കാം. അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ സ്വീകരിക്കാവുന്ന ഷെൽട്ടർ കേന്ദ്രങ്ങളെക്കുറിച്ചും ലൊക്കേഷനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ എന്ന പേരിൽ ഖത്തറിൽ പ്രചരിക്കുന്ന വ്യാജ വാട്സപ്പ് സന്ദേശത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ലിങ്കുകൾ പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ ഒരു സന്ദേശവും നൽകിയിട്ടില്ലെന്നും അനൌദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള ലിങ്കുകൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ തന്ത്രപ്രധാനമായ ഊർജ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇന്ന് പുലർച്ചെ നടന്ന വൻ വ്യോമാക്രമണങ്ങളെ സൗദി സേന വിജയകരമായി പ്രതിരോധിച്ചു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ഷൈബ ലക്ഷ്യമാക്കിയെത്തിയ 16 ഡ്രോണുകളും അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെ വന്ന ബലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുമാണ് വെടിവെച്ചിട്ടത്. റൂബുൽ ഖാലി മരുഭൂമിക്ക് മുകളിലൂടെ 4 വ്യത്യസ്ത തരംഗങ്ങളിലായാണ് 16 ഡ്രോണുകൾ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമാക്കിയെത്തിയത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഷൈബ എണ്ണപ്പാടം സൗദിയുടെ ഗ്യാസ് പെട്രോകെമിക്കൽ മേഖലയിലെ ഏറ്റവും വലിയ സുപ്രധാന കേന്ദ്രമാണ്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ സംയുക്ത സേന ഇന്ന് വീണ്ടും ആക്രമണം നടത്തി. നിലൗഫർ സ്ക്വയറിലെ ഒരു പ്രാഥമിക വിദ്യാലയത്തിനു നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് എസ്മയിൽ ബഗോയ് അറിയിച്ചു. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആക്രമണങ്ങളുടെ ആദ്യ ദിവസമായ ശനിയാഴ്ച മിനാബിലെ ഷജാരെ തയ്യിബെ ഗേൾസ് സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 160 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ഗൾഫ് മേഖലയിലെ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ മാസം നടക്കാനിരുന്ന ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ മാറ്റിവെച്ചു. മാർച്ച് 9 മുതൽ 19 വരെ നടത്താനിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളാണ് മാറ്റിവെച്ചത്. നേരത്തെ മാർച്ച് 5, 6, 7 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. എന്നാൽ മേഖലയിലെ സാഹചര്യങ്ങളിൽ മാറ്റമില്ലാത്തതിനാലാണ് 19 വരെയുള്ള പരീക്ഷകളും മാറ്റാൻ തീരുമാനിച്ചത്. ഗൾഫ് മേഖലയിലെ SSLC പരീക്ഷകളും നേരത്തെ മാറ്റിവെച്ചിരുന്നു. മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം മാർച്ച് 19 ശേഷം സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള മറ്റു പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടം നടന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അധികൃതർ നിഷേധിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി നടത്തിയ ഇടപെടലിനെ തുടർന്ന് ചെറിയ അവശിഷ്ടങ്ങൾ താഴെ വീണതാണെന്നും ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യ അഭയം നൽകിയ ഇറാനിയൻ കപ്പൽ ഐറിസ് ലവാന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ റിപ്പബ്ലിക് ടിവിയുടെ മാധ്യമപ്രവർത്തകരെ കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു. ബോട്ടോടിച്ച കൊച്ചി സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. ഐറിസ് ലവാന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് പ്രതിരോധ മന്ത്രാലയം ഇവരോട് ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക് ടിവിയുടെ റിപ്പോർട്ടർ, ക്യാമറാമാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് നടപടി. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ന്യൂസ് റൂം ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് റൂം ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇതേ സമയം കേൾക്കാം.